on ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അത് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടുഗെദർ വിത്ത് എ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരേ പോയിന്റിൽ തന്നെ അൺനോൺ ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും വാല്യൂസ് മെൻഷൻ ചെയ്തിരിക്കുന്നു. അതാണ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്. ഒരു സിംഗിൾ പോയിന്റിൽ തന്നെ അൺനോൺ ഫംഗ്ഷൻ്റെയും അഥവാ സൊല്യൂഷനായിട്ട് വരേണ്ട ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും അല്ലെങ്കിൽ ഡെറിവേറ്റീവുകളുടെയും ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസ് വേണ്ടി വന്നേക്കാം. ആ വാല്യൂസിനെയാണ് ഇനീഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വാല്യൂ ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ഇനീഷ്യൽ വാല്യൂ കൂടെ കൂടിച്ചേരുന്നതാണ് ആൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. നമുക്ക് നോക്കാം ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുന്നത് എന്ന്. So let's look at the problem. Solve the IVP. IVP means initial value problem. എന്നുള്ളതിൻ്റെ abbreviation ആണ് IVP. Solve the initial value problem y double dash minus y dash minus 2y equal to 0. Given initial conditions y of 0 equal to 1 and y dash 0 equal to 0. നോക്കൂ, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 0 ആണ് ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, 0യിൽ വൈയുടെ വാല്യൂവും വൈ ഡാഷിൻ്റെ വാല്യൂവും സെയിം പോയിന്റിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. And it is a second order differential equation, second order linear differential equation, and with coefficients are constants. Okay, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് എന്നുള്ളതും ഒപ്പം തന്നെ കോഎഫിഷ്യൻസ് കോൺസ്റ്റൻറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാരണം ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ലീനിയർ ഓപ്പറേറ്റർ എന്നുള്ളതിൻ്റെ ആ ലീനിയാരിറ്റി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ കോഎഫിഷ്യൻസ് സ്കെയിലർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. ആദ്യം ചെയ്യേണ്ടത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ത്രൂ ഔട്ടായിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ വി ആർ ഡൂയിങ് ദാറ്റ് ഫസ്റ്റ്. സോ വാട്ട് ഈസ് ദ ഗിവൺ IVP? Given IVP is y double dash minus y dash minus 2y equal to 0, y of 0 equal to 1 and y dash 0 equal to 0. Now applying Laplace transform throughout. So applying L throughout, L stands for Laplace transform. Okay, so we get Laplace transform of y double dash minus y dash minus 2y equal to L of 0. അല്ലേ, ലെഫ്റ്റ് സൈഡിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈക്വൽ ടു റൈറ്റ് സൈഡിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, ദിസ് ഇസ് L of 0, റൈറ്റ് സൈഡ് ഈസ് L of 0. പക്ഷേ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. L of y double dash minus L of y dash minus 2 times L of y equal to L of 0. ഓക്കെ, പക്ഷേ y ഡബിൾ ഡാഷ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് y ഡബിൾ ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ ടൈംസ് L ഓഫ് y മൈനസ് എസ് ടൈംസ് y ഓഫ് 0 മൈനസ് y ഡാഷ് 0. അല്ലേ, നമ്മൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്തല്ലോ ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം. മൈനസ് y ഡാഷിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം എന്താണ്? ദാറ്റ് ഈസ് എസ് ടൈംസ് L ഓഫ് y മൈനസ് y ഓഫ് 0. This is the transform of y dash minus 2 times L of y equal to right side 0. The transform is 0. Okay, ഇനി നമുക്കിവിടെ നോക്കൂ L of y. സോ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈയിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ത്രൂ ഔട്ട്. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി L of y ഇൻവോൾവ് ചെയ്യുന്ന ടേംസ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് L of y ഇൻവോൾവ് ചെയ്യുന്ന ടേംസ് ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം L of y ഇൻവോൾവ് ചെയ്യുന്ന ഇവിടെ എസ് സ്ക്വയർ ടൈംസ് L of yയിൽ ഈ ആദ്യത്തേതിൽ ഒരു ടേം വരുന്നുണ്ട്, അതുപോലെ രണ്ടാമത്തെ ബ്രാക്കറ്റിലും ഒരു ടേം വരുന്നുണ്ട്, ഫൈനൽ ടേം വരുന്നുണ്ട്. സോ അതെല്ലാം ഒരുമിച്ച് ചേർത്ത് എഴുതി സിംപ്ലിഫൈ ചെയ്ത് എഴുതുക.
So we get this expression s square minus s minus 2 times L of y minus s times y of 0 minus y dash 0 plus y of 0 equal to 0. ഓക്കെ, ഇനി ഇവിടെ ഇനീഷ്യൽ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഓഫ് സീറോയുടെയും y ഡാഷ് സീറോയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഓഫ് 0 1 ആണ്, y ഡാഷ് 0 0 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? So we get this s square minus s minus 2 L of y minus s plus 1 y of 0 1 y dash 0 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതിൽ നിന്ന് എൽ ഓഫ് വൈ സോൾവ് ചെയ്തെടുക്കുക. സോ എൽ ഓഫ് വൈ ഈക്വൽ ടു see s square minus s minus 2 times L of y will be equal to s minus 1. So s square minus s minus 2 ആണ് ഡിവൈഡ് ചെയ്യുക. So s minus 1 divided by s square minus s minus 2. So we got the expression for Laplace transform of y. നോക്കൂ, നമുക്ക് കിട്ടേണ്ടത് ഈ വൈയുടെ എക്സ്പ്രഷനാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വൈയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, അപ്പോൾ വൈയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നിന്ന് എങ്ങനെ വൈ കിട്ടും? ടേക്കിംഗ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ എസ് മൈനസ് വൺ ബൈ എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് ടുവിനെ നമുക്ക് ഡിനോമിനേറ്ററിനെ വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്തെഴുതാം. സോ എസ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് ഡിനോമിനേറ്ററിലെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെ ഫാക്ടറൈസ് ചെയ്യാം. Okay, so we got the expression for L of y. So from this we get that y will be equal to L inverse of, that is inverse Laplace transform of s minus 1 by s minus 2 into s plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇനി ഇതെങ്ങനെ കാണും? So we have to compute L inverse of s minus 1 by s minus 2 into s plus 1. ഇതിന് നമുക്ക് s minus 1 by s minus 2 into s plus 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. സോ ഇവിടെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ ടെക്നിക്കാണ്. ഓക്കെ, സോ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ we can write s minus 1 by s minus 2 into s plus 1. എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാം? പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷനെ ഇതിൻ്റെ സബ് ഫ്രാക്ഷൻസിൻ്റെ സം ആയിട്ട് എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നോക്കൂ, എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് വൺ, രണ്ട് ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻസ് എത്ര പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉണ്ടാവും? രണ്ടെണ്ണം ഉണ്ടാവും. ഓരോ ലീനിയർ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എസ് മൈനസ് ടു എന്നുള്ള ലീനിയർ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ, അതിന് ഡിനോമിനേറ്റർ എസ് മൈനസ് ടു ആയിരിക്കും. ഓക്കെ, എസ് പ്ലസ് വൺ എന്ന് പറയുന്ന ഈ ലീനിയർ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ, അതിൻ്റെ ഡിനോമിനേറ്റർ എസ് പ്ലസ് വൺ ആയിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് അറിഞ്ഞൂടാ, ഐ കോൾ അറ്റ് എ ആൻഡ് ബി. സോ എ ബൈ എസ് മൈനസ് ടു പ്ലസ് ബി ബൈ എസ് പ്ലസ് വൺ. ഇനി എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കൂ, എയും ബിയും കോൺസ്റ്റൻസ് ആണല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഫ്രാക്ഷൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാം. L inverse of this fraction plus L inverse of this fraction. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ആണ്. 1 by s minus 2ൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s minus യുടെ e raised to at ആണല്ലോ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എയും ബിയും കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന ആ ടെക്നിക്ക് തന്നെ ഇവിടെ എങ്ങനെ ചെയ്യാം? സോ എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് പറയുന്ന കോമൺ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വിൽ ക്ലിയറിംഗ് ദ ഡിനോമിനേറ്റേഴ്സ്. സോ വി ഹാവ് എസ് മൈനസ് വൺ ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് വൺ പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് ടു. ഐ വാണ്ട് ടു ഗെറ്റ് എ ആൻഡ് ബി. സോ അതിന് എസ്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എസ്സിന് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നെഗറ്റീവ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പുട്ട് എസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ. വി ഗെറ്റ് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് വൺ മൈനസ് വൺ, അതായത് മൈനസ് ടു ആകും. റൈറ്റ് സൈഡിൽ എ ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് പറയുന്നത് സീറോ ആയിട്ട് പോകും. സോ എ ഇൻറ്റു സീറോ പ്ലസ് ബി ഇൻറ്റു minus 1 minus 2, that is minus 3. So from this we will get b will be equal to, so minus 3b equal to minus 2 or b equal to 2 by 3. Okay, ഇനി ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സോ ബി കിട്ടി നമുക്ക്. ഇനി എ കിട്ടണം. എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എസ്സിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി ഫാക്ടർ പോകും, നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ എസ്സിന് വേറെ ഏതെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ എസ് ഈക്വൽ ടു 2. So put s equal to 2 in this equation. s equal to 2 എന്ന് കൊടുക്കുമ്പോൾ നോക്കൂ, ഇവിടെ s minus 1, എസ്സിന് 2 കൊടുക്കുമ്പോൾ 2 minus 1, that is 1. ബി ഫാക്ടർ ബി ടേം ക്യാൻസൽ 0 ആയിട്ട് പോകും. സോ എ ഇൻറ്റു 2 പ്ലസ് 1 3. സോ 3a ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, 3a ഈക്വൽ ടു 1. ഫ്രം ദാറ്റ് വി ഗെറ്റ് a ഈക്വൽ ടു 1 by 3. സോ ഇത് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ
എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എസ് മൈനസ് വൺ ബൈ എസ് മൈനസ് ടു എസ് പ്ലസ് വണ്ണിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻസ് കിട്ടും. സോ 2 gives that. So we will get this partial fraction for s minus 1 by s minus 2 and s plus 1. ഇനി ഇതിൽ L inverse എന്ത് വരും? So therefore L inverse of s minus 1 divided by s minus 2 into s plus 1. L inverse of this fraction will be equal to L inverse of this sum. Okay? പക്ഷേ L inverse ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണല്ലോ. അപ്പോൾ L inverse of a sum equal to sum of L inverses. അതിൽ തന്നെ 1/3 എന്ന് പറയുന്നത് സ്കേലാർ ആണ്. സോ ഈ 1/3 നമുക്ക് അതിൻ്റെ പുറത്ത് എഴുതാം. സോ വി വിൽ ഗെറ്റ് ദ ലീനിയർ കോമ്പിനേഷൻ 1/3 ടൈംസ് L inverse of 1 by s minus 2 plus 2/3 times L inverse of 1 by s plus 1. Okay. പക്ഷേ ഇത് രണ്ട് സ്റ്റാൻഡേർഡ് ആണ്. L inverse of using the fact that L inverse of 1 by s minus a equal to e raised to a t. Okay. അത് യൂസ് ചെയ്യുമ്പോൾ 1 by s minus 2 എന്ത് വരും? e raised to 2t. So we have 1/3 into e power 2t plus 2/3 times 1 by s plus 1 ൻ്റെ e raised to negative t. Okay. So this is the required solution. അല്ലേ, നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ അത് തന്നെയാണ്. നോക്കൂ, y equal to L inverse of s minus 1 by s minus 2 ൻ്റെ s plus 1. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. So we got the required expression for the solution. Therefore the solution y of t, required solution y of t equal to 1/3 times e power 2t plus 2/3 times e power minus t. ഓക്കെ, ഇത് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താലും കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ടെക്നിക്ക് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് ഓക്സിലറി റൂട്ട്സ് നോക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് എഴുതുന്ന രീതി, എന്നിട്ട് അതിൽ ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോഎഫിഷ്യൻസ് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്, ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ത്രൂ ഔട്ടായിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അതിൽ എൽ ഓഫ് വൈയുടെ ടേം സോൾവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ അതിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോമിലൂടെ ആവശ്യമുള്ള സൊല്യൂഷൻ്റെ എക്സ്പ്രഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. Next problem, use Laplace transform to solve the IVP y double dash plus y equal to sine of 2t, y of 0 equal to 2, y dash 0 equal to 1. So given IVP, what is the given IVP? Y double dash plus y equal to sine of 2t, y of 0 equal to 2, y dash 0 equal to 1. So taking L, applying L, so we get L of y double dash plus y equal to L of sine 2t. Okay. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എൽ ഓഫ് വൈ എന്ന ലെഫ്റ്റ് സൈഡ് എഴുതാൻ പറ്റും. റൈറ്റ് സൈഡ് സൈൻ 2tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. സൈൻ 80യുടെ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ സൈൻ 2tയുടെ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. ഓക്കെ, ഇനി ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗപ്പെടുത്തി വൈ ഡബിൾ ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് സ്ക്വയർ ടൈംസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് എസ് ടൈംസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് 0. This is the Laplace transform of y double dash plus L of y L of y എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഈക്വൽ ടു 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇനി എൽ ഓഫ് വൈ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എൽ ഓഫ് വൈ, എൽ ഓഫ് വൈയുടെ ടേം ഒരുമിച്ച് എഴുതി. എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് 0 ഈക്വൽ ടു 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇതിൽ നിന്ന് എൽ ഓഫ് വൈ സോൾവ് ചെയ്തെടുത്താൽ ഇവിടെ അതിന് മുമ്പ് വൈ ഓഫ് 0യും വൈ ഡാഷ് 0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ ഓഫ് വൈ സോൾവ് ചെയ്തെടുക്കാം. സോ ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ എൽ ഓഫ് വൈ. എസ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് എൽ ഓഫ് വൈ മൈനസ് 2s മൈനസ് 1 ഈക്വൽ ടു 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. എൽ ഓഫ് വൈ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൽ ഓഫ് വൈയുടെ എക്സ്പ്രഷൻ നോക്കൂ. 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണുക എന്നുള്ളതാണ്. അപ്പോൾ y വിൽ ബി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ഫാക്ടർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ദ സെക്കൻഡ് ഫാക്ടർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ദ തേർഡ് ഫാക്ടർ. ഇതിൽ സെക്കൻഡും തേർഡും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയാവുന്ന ട്രാൻസ്ഫോം തന്നെയാണ്. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് കോസ്റ്റിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കോസ്റ്റി ആയിരിക്കും, ഇതിൻ്റെ സൈൻ ടി ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. നമുക്കത് നോക്കാം. Okay, so y of t will be equal to L inverse of 2 by s square plus 4 and s square plus 1 plus 2 times L inverse of s by s square plus 1
പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1. ഇവിടെ നമുക്ക് 2 പുറത്ത് എഴുതാം കേട്ടോ. സോ ഇവിടെ 2 എന്ന് പറയുന്നത് ഈ ഫാക്ടർ നമുക്ക് ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് 2 ടൈംസ് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കാണേണ്ടത് ഇത് ഓരോന്നിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം കാണണം. 1/s² + 4 × s² + 1 നമുക്ക് കാണണം. ഇതിൻ്റെ രണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഇസ് എ പ്രോഡക്റ്റ്. രണ്ട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ s² + 4 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും, s² + 1 കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ s² + 4 എന്ന് പറയുന്നത് ലീനിയർ ഫാക്ടേഴ്സ് അല്ല. s² + 4 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഫാക്ടർ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് ഫാക്ടർ. ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ വരിക as + b ആണ്. ഓക്കെ, അപ്പോൾ s² + 4 കറസ്പോണ്ടിങ് ആയിട്ട് as + b എന്നുള്ളതാണ് അതിൻ്റെ ന്യൂമറേറ്റർ വരിക. s² + 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ന്യൂമറേറ്റർ cs + d. അവിടെ കോഎഫിഷ്യൻസ് മാറുന്നു. അതായത് ഏതൊരു ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് ഫാക്ടറിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ന്യൂമറേറ്റർ വരുന്നത് as + b രൂപത്തിലായിരിക്കും ഫോർ സം കോൺസ്റ്റൻസ് a ആൻഡ് b. ആ കോൺസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ s² + 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള as + b എന്ന് എഴുതുമ്പോൾ s² + 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറേറ്റർ cs + d എന്ന് എഴുതുന്നത്. നൗ വി വാണ്ട് ടു ഡിറ്റർമിൻ കോൺസ്റ്റൻസ് a b c ആൻഡ് d. ഓക്കെ, അതിനുവേണ്ടി ഇവിടെ ഡിനോമിനേറ്റർ ക്ലിയർ ചെയ്യുന്നു. ഡിനോമിനേറ്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്കിവിടെ വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എയും ബിയും സിയും ഡി ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പിന്നെയുള്ളത് ഇതിനെല്ലാം ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽസ് ആണ് കിട്ടുക. പോളിനോമിയൽസിലെ കാരണം എസിൻ്റെ ഒക്കെ പവർ നോക്കിയേ, ഇൻറ്റിജർ പവേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. ആ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ക്യൂബ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി എ ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ആ പോളിനോമിയലിൻ്റെ ക്യൂബിക് പോളിനോമിയലിന് ഉണ്ടാവുക s³ ടേം ഉണ്ടാവും, s² ടേം ഉണ്ടാവും, എസിൻ്റെ ടേം ഉണ്ടാവും, പിന്നെ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സിംപ്ലിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. s³ ടേംസ് ഏതൊക്കെയാണ് കളക്ട് ചെയ്യാം. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിൽ നിന്ന് s³ ടേം വരുന്നുണ്ട്. എസും s² തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണെന്ന് വരുന്നത്. അഥവാ as × s². അപ്പോൾ ഇവിടെ നിന്നുള്ള s³ കോൺട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് a ആണ്. അതുപോലെ ഈ പ്രോഡക്റ്റിൽ നിന്ന് വരുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് c ആണ്. സോ s³ രണ്ട് ടേമിൽ വരുന്നുണ്ട്. ഒന്നിലെ കോഎഫിഷ്യൻ്റ് a, മറ്റൊന്നിലെ c. സോ a + c ടൈംസ് s³ ആയിരിക്കും ഫൈനൽ ആൻസറിൽ വരുന്ന s³ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് a + c ആയിരിക്കും. ഇനി അടുത്തത് s² എവിടെ വരും? s² വരുന്നത് നോക്കൂ, ഇവിടെയുള്ള s²നെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് s² വരുന്നത്. സോ ഇവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ b ടൈംസ് ആണ്, ഇവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് d ടൈംസ് ആണ്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് s² ഇൻ ദി ഫൈനൽ എക്സ്പ്രഷൻ വിൽ ബി b + d. ഓക്കെ, ഇനി അടുത്തത് എസിൻ്റെ ടേംസ് കളക്ട് ചെയ്യാം. എസിൻ്റെ ടേം കളക്ട് ചെയ്യുന്ന എസ് എന്നുള്ള പ്രോഡക്റ്റ് വരുന്നത് എങ്ങനെയാണ്? as × 1 എന്നുള്ള പ്രോഡക്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ a എന്നുള്ളതാണ് എസിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക. ഈ പ്രോഡക്റ്റിൽ നിന്ന് വരുന്നത് 4 ടൈംസ് c ആയിരിക്കും. സോ a + 4 ടൈംസ് c ആണ് എസിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക. അപ്പോൾ ക്യൂബിക് പോളിനോമിയൽ s³ ടേമായി, s² ടേമായി, എസിൻ്റെ ടേമായി. ഇനി കോൺസ്റ്റൻറ്റ് ടേം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ പ്രോഡക്റ്റിൽ കോൺസ്റ്റൻറ്റ് ടേം വരുന്നത് b × 1 b ആണ്. ഇവിടെ വരുന്നത് d × 4 4d ആണ്. സോ b + 4d will be the constant term. So right side is a polynomial and left side is also a polynomial, constant polynomial. So equating the coefficients of like powers. അപ്പോൾ ഈ രണ്ട് പോളിനോമിയലും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോളിനോമിയൽ എപ്പോഴാണ് ഈക്വൽ ആവുക? അവരുടെ ലൈക്ക് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആവണം. അഥവാ ഇവിടെയുള്ള s³ കോഎഫിഷ്യൻ്റ് തന്നെയാവണം ഇവിടെയുള്ള s³ കോഎഫിഷ്യൻ്റ്, ഇവിടെയുള്ള s² കോഎഫിഷ്യൻ്റ് തന്നെയാവണം ഇവിടെയുള്ളൂ. അങ്ങനെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പക്ഷേ കോൺസ്റ്റൻറ്റ് ടേം മാത്രമേ ഉള്ളൂ. സോ ബാക്കി എല്ലാ കോഎഫിഷ്യൻസും അപ്പോൾ 0 ആണ്. സോ വി വിൽ ഗെറ്റ് a + c = 0, b + d = 0, a + 4c = 0 and b + 4d = 1. So equating coefficients of like terms we get this linear equations. Okay, a + c = 0, b + d = 0, a + 4c = 0, b + 4d = 1. It's a system of equations അല്ലേ? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ പല മെത്തേഡും ഉണ്ട്. മാട്രിക്സ് മെത്തേഡ് ചെയ്യാം, അതല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാം. ഇവിടെ a + c = 0, a + 4c = 0 ഒന്നാമത്തെയും മൂന്നാമത്തെയും സോൾവ് ചെയ്താൽ എയും സിയും കിട്ടും.
അതുപോലെ രണ്ടാമത്തെയും നാലാമത്തെയും സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ ബിയും ഡിയും കിട്ടും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മാട്രിക്സ് മെത്തേഡിൽ ചെയ്യാം. ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഞാനിവിടെ മാട്രിക്സ് മെത്തേഡിൽ ചെയ്യുന്നു. കാരണം അത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് മാട്രിക്സ് മെത്തേഡിൽ. നമുക്കത് ചെയ്യാം. സോ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മാട്രിക്സ് ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബി സി ഡി ആർ ദി വേരിയബിൾസ് ഓർ ക്വാണ്ടിറ്റീസ് ടു ബി ഡിറ്റർമിൻഡ് ABCD. ഓക്കെ. കോളം മാട്രിക്സ് ഈസ് 0 0 0 1. ഇപ്പോൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എന്ന് പറയുന്നത് ഇത് വരും. ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സിനെ റോ റെഡ്യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് എൻട്രി 1 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ളതൊക്കെ 0 ആക്കണം അല്ലേ? ആ കോളത്തിലുള്ളതൊക്കെ 0 ആക്കണം. ഇപ്പോൾ സെക്കൻഡ് റോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫോർത്ത് റോയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തേർഡ് റോയിൽ ഈ 1നെ 0 ആക്കണം. അതിന് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായി മാറും. തേർഡ് റോയിൽ മാത്രമേ ചേഞ്ച് വേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ നൗ വി ടേൺ ടു ദ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ് ഇവിടെ ഓൾറെഡി. അപ്പോൾ ആ 1 നിൽക്കുന്ന കോളത്തിലുള്ളതൊക്കെ 0 ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോർത്ത് റോയെ ചേഞ്ച് ചെയ്യണം. ഇവിടെ 1 എന്നുള്ളത് 0 ആവണമെങ്കിൽ വി ചേഞ്ച് R4 ചേഞ്ചസ് ടു R4 മൈനസ് R2 എന്നുള്ള ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദിസ് വൺ. ഓക്കെ. Now we go to the third row. Third row ile first non-zero entry 1 ആക്കണം. ഇവിടെ 3 ആണ്. So we divide it by 3. ഒപ്പം തന്നെ ഇതും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫോർത്ത് റോ. അപ്പോൾ ഓപ്പറേഷൻസ് കൊടുക്കുമ്പോൾ എക്കലൻ ഫോമിലായി. റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലായി. റോ റെഡ്യൂസ് എക്കലൻ ഫോമിലായി കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും. എന്താണ് റെഡ്യൂസ്ഡ് ഇക്വേഷൻ വരിക? സോ ദിസ് ഗിവ്സ് ദ റെഡ്യൂസ്ഡ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആർ a plus b equal to a plus c equal to 0. Okay, first equation, first entry 1 into a plus 0 into b plus 1 into c plus 0 into d equal to 0. അങ്ങനെയാണല്ലോ എഴുതുക. സോ എ പ്ലസ് സി ഫസ്റ്റ് റോയിൽ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് സി ഈക്വൾ ടു 0. സെക്കൻഡ് റോ കറസ്പോണ്ട്സ് ടു ദ ഇക്വേഷൻ ബി പ്ലസ് ഡി ഈക്വൾ ടു 0. ഓക്കെ. തേർഡ് റോ കറസ്പോണ്ട്സ് ടു ദ ഇക്വേഷൻ 0 into a plus 0 into b plus 1 into c equal to 0 into d plus equal to 0 means c equal to 0 തേർഡ് റോയിൽ നിന്ന്. ഓക്കെ. ഫോർത്ത് റോ ഏതാ ഇക്വേഷൻ തരിക? എ 0 ആയി, ബി പോയി, സിയും 0 ആയി പോയി, 1 into d ഈക്വൽ ടു 1/3. ഓക്കെ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പം അവസാനത്തെ നോക്കുമ്പോൾ സിയുടെയും ഡിയുടെയും വാല്യൂ ഇവിടെ അവൈലബിൾ ആയി, റെഡിലി അവൈലബിൾ ആയി. അതിവിടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ഈക്വൽ ടു 0 എന്നുള്ളത് ആദ്യത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആസ് എ ഈക്വൽ ടു നെഗറ്റീവ് സി. സോ സി 0 ആയതുകൊണ്ട് എയും 0. b plus d equal to 0 means b equal to negative d. d equal to 1/3 ആയതുകൊണ്ട് b equal to negative 1/3. So we get the solution a equal to 0, b equal to negative 1/3, c equal to 0, d equal to 1/3. Okay. So we got a equal to 0, b equal to negative 1/3, c equal to 0, d equal to 1/3. അത് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ അതിൽ ടേമിൽ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So equation 2 തരുന്ന 1 by a square plus 4 into a square plus 1 equal to as plus b by a square plus 4 plus cs plus d by a square plus 1. ഇതിൽ a 0 ആയിപ്പോയി. അപ്പോൾ as 0 ആയിപ്പോയി. ഈ ടേം 0 ആയിപ്പോയി. ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ c 0 ആയി. പിന്നെ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദാറ്റ് ദ റിക്വയർഡ് പാർഷ്യൽ ഫ്രാക്ഷൻ ഈസ് ദിസ് വൺ. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് നമുക്ക് എടുക്കേണ്ടത്. ദെർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് 1 by a square plus 4 into a square plus 1 is negative 1/3 into L inverse of 1 by a square plus 4 plus 1/3 into L inverse of 1 by a square plus 1. ഇവിടെ 1 by a square plus 4 എന്ന് പറയുന്നത് ഏതിൻ്റെ ട്രാൻസ്ഫോം ആണ്? സോ ലുക്ക് അറ്റ് സൈൻ 80യുടെ ട്രാൻസ്ഫോം ആണ് a by a square plus a square. ഓക്കെ. സോ 1 by a square plus a square ൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം L ഇൻവേഴ്സ് ഓഫ് 1 by a square plus a square എന്ന് പറയുന്നത് 1 by a ഇൻറ്റു സൈൻ ഓഫ് 80. ഓക്കെ. 1 by a ഇൻറ്റു സൈൻ 80. അപ്പോൾ ഇതെന്ത് വരും? നെഗറ്റീവ് 1/3 ടൈംസ് ദിസ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു റൈറ്റ് സൈൻ 2t. ഇവിടെ എന്ന് പറയുന്നത് ഇത് 2 സ്ക്വയർ ആണല്ലോ, സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത്. സോ സൈൻ 2t പ്ലസ് 1/3 ഇൻറ്റു ദിസ് വിൽ ബി 1 by a square plus 1 എന്ന് പറയുന്നത് സൈൻ ടിയുടെ ട്രാൻസ്ഫോം ആണ്. ഓക്കെ. സോ നെഗറ്റീവ് 1/6 സൈൻ ഓഫ് 2t. അപ്പോൾ ഇതാണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by a square plus 4 ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ എക്സ്പ്രഷൻ.
ഓക്കെ, ഇനി നമ്മുടെ സൊല്യൂഷനിൽ ഇത് മാത്രമല്ല ഉള്ളത്, നമുക്ക് ഏതും കൂടെ ആവശ്യമുണ്ട്. വി റിക്വയർ y of t is this one, 2 times L inverse of this one. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഈ രണ്ട് എക്സ്പ്രഷൻ പിന്നെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിവിടെ ഈക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y t യുടെ എക്സ്പ്രഷൻ ആവും. Okay, so we substitute the expressions. Y of t equal to this one. ഇത് L inverse of 1 by s square plus 4 square plus 1 നമുക്ക് ഇപ്പോൾ കിട്ടി. L inverse of s by s square plus 1 is cos t. L inverse of 1 by s square plus 1 is sin t. Simplify ചെയ്യുക. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുന്നു. സോ sin 2t നെഗറ്റീവ് 1 by 3 sin 2t. 1 by 3 2 times 1 by 3 sin t, that is 2 by 3 sin t. ഇവിടെ sin t വേറെയുണ്ട്. സോ 2 by 3 plus 1, that is 5 by 3 times sin t, പിന്നെ 2 cos t. So this is the required solution. Y of t equal to negative 1 by 3 sin of 2t plus 5 by 3 sin t plus 2 cos t. Next problem, fourth derivative of y minus y equal to 0. These are the initial conditions. So applying L throughout, applying L, എന്താ കിട്ടുക? Laplace transform of y fourth derivative, y4 means fourth derivative of y minus Laplace transform of y equal to Laplace transform of 0. Fourth derivative in the Laplace transform എന്താണ്? s raised to 4 into L of y minus s cube into y of 0 minus s square into y dash 0 minus s into y double dash 0 minus third derivative y triple dash of 0. ഇതാണ് y4ൻ്റെ, അതായത് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് വൈയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. മൈനസ് എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് എൽ ഓഫ് വൈയുടെ എക്സ്പ്രഷൻ കാണാം. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ വാല്യൂസ് y0 0 ആണ്, y ഡാഷ് 0 1 ആണ്, y ഡബിൾ ഡാഷ് 0 0 ആണ്, y ട്രിപ്പിൾ ഡാഷ് 0 0 ആണ്. അപ്പോൾ ഇതിൽ y ഡാഷ് 0 എന്നുള്ള ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം 0 ആയി പോകും ഇനീഷ്യൽ വാല്യൂസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് s raised to 4 into L of y minus s square minus L of y equal to 0. L of y ടേംസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ L of y ടേംസ് കളക്ട് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ L of y equal to s square by s raised to 4 minus 1. Therefore y equal to L inverse of s square by s raised to 4 minus 1. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായി. ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാൻ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെ ഉപയോഗിക്കാം. s raised to 4 minus 1നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. എന്നിട്ട് അതിനെ വീണ്ടും എസ് സ്ക്വയർ മൈനസ് 1നെ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 എഴുതി പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാം. നമുക്കത് നോക്കാം. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ ബൈ എസ് റേസ് 4 മൈനസ് 1. ഫാക്ടറൈസ് ചെയ്യുന്നു. ഡിനോമിനേറ്ററിന് എസ് റേസ് 4 മൈനസ് 1നെ എസ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അതിൽ എസ് സ്ക്വയർ മൈനസ് 1നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. ലീനിയർ ഫാക്ടേഴ്സ് എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1. എസ് സ്ക്വയർ പ്ലസ് 1 ഇറഡ്യൂസിബിൾ ഫാക്ടറാണ്, അതിനങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി എഴുതുമ്പോൾ 3 പാർഷ്യൽ ഫ്രാക്ഷൻസ് വരും. എസ് പ്ലസ് 1 ഡിനോമിനേറ്റർ ആയിട്ട് ഒരെണ്ണം, എസ് മൈനസ് 1 ഡിനോമിനേറ്റർ ആയിട്ട് ഒരെണ്ണം, എസ് സ്ക്വയർ പ്ലസ് 1 ഡിനോമിനേറ്റർ ആയിട്ട് ഒന്ന്. എസ് പ്ലസ് 1ഉം എസ് മൈനസ് 1ഉം ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ന്യൂമറേറ്റർ കോൺസ്റ്റൻസ് ആയിരിക്കും. എസ് സ്ക്വയർ പ്ലസ് 1 പക്ഷേ ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് ഫാക്ടറാണ്, അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂമറേറ്റർ വിൽ ബി ഓഫ് ദിസ് ഫോം സി എസ് പ്ലസ് ടി. പിന്നെ നമുക്ക് എ ബി സി ഡി കമ്പ്യൂട്ട് ചെയ്യണം. ഡിനോമിനേറ്റർ ക്ലിയർ ചെയ്ത് കോഎഫിഷ്യൻസ് ഈക്വേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ ഐ എം ഡൂയിങ് ദാറ്റ്. സോ ഡിനോമിനേറ്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിനെ നേരത്തെ ചെയ്ത പോലെ പോളിനോമിയൽസ് ആക്കി മാറ്റി കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ എസ്സിന് വാല്യൂസ് കൊടുത്തും സോൾവ് ചെയ്യാം. അപ്പോൾ പോളിനോമിയൽസ് ആക്കി ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തു. ഇവിടെ ഞാൻ എസ്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഐ പുട്ട് എസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 1 ആയി. റൈറ്റ് സൈഡ് നോക്കൂ, ഈ ടേം മൊത്തം 0 ആയി പോകും എസ് ഈക്വൽ ടു 1 ആകുമ്പോൾ. അതുപോലെ ഈ ലാസ്റ്റ് ടേം 0 ആയി പോകും. ബിക്കോസ് എസ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ എസ്സിന് 1 കൊടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഇത് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ബിയുടെ വാല്യൂ അവിടെ നിന്ന് കിട്ടും. സോ ബി ഇൻറ്റു 1 പ്ലസ് 1 2, 1 പ്ലസ് 1 2, സോ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 4. സോ 4b ഈക്വൽ ടു 1, ദറ്റ് ഈസ് ബി ഈക്വൽ ടു 1/4. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, അടുത്തത് എസ്സിന് നെഗറ്റീവ് 1 കൊടുക്കും. പുട്ട് എസ് ഈക്വൽ ടു നെഗറ്റീവ് 1. എസ്സിന് നെഗറ്റീവ് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 1 ആയി. റൈറ്റ് സൈഡ് നോക്കൂ, നെഗറ്റീവ് 1 കൊടുക്കുമ്പോൾ ഇവിടെ എയുടെ വാല്യൂ എ ഇൻറ്റു -1 -1 -2 1 പ്ലസ് -1 സ്ക്വയർ പ്ലസ് 1, സോ 2, സോ -4 എന്ന് വരും. ബി 0 ആയിട്ട് പോകും.
ബിയുടെ ടേം 0 ആയിട്ട് പോകും ബിക്കോസ് ഓഫ് എസ് പ്ലസ് 1 ഫാക്ടർ. ഓക്കെ, അതുപോലെ എസ് സ്ക്വയർ മൈനസ് 1 എന്നുള്ള ഫാക്ടർ 0 ആവും. എസിന് -1 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ മൈനസ് 1 അത് 0 ആയി പോകും. അപ്പോൾ ഈ ഫാക്ടർ 0 ആയി, ഈ ഫാക്ടർ 0 ആയി. എയുടെ ടേം മാത്രമേ അവിടെ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എയുടെ വാല്യൂ കിട്ടും. എ വിൽ ബി ഈക്വൽ ടു -1/4. അപ്പോൾ എസിന് 2 വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. എക്ക് 1, എസിന് 1 കൊടുക്കുമ്പോൾ ബി കിട്ടി. എസിന് -1 കൊടുത്തപ്പോൾ എ കിട്ടി. ഇനി അടുത്തത് എസിന് 0 കൊടുത്ത് നോക്കാം. അപ്പോൾ എസിന് 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആവും. ഇവിടെ റൈറ്റ് സൈഡിൽ 0 - 1 0 + 1, അപ്പോൾ എ ഇൻറ്റു 1. ഓക്കെ, അതുപോലെ ബി എ ഇൻറ്റു -1 വരും, ബി ഇൻറ്റു 1 വരും. ഇവിടെ സി എസ്, അപ്പോൾ ഇത് 0 ആയി പോകും. സിയുടെ ഭാഗം 0 ആയി പോകും. പിന്നെ ഡി ഇൻറ്റു 0 - 1 മൈനസ് ഡി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ഈക്വൽ ടു -a + b - d എന്ന് വരും. ഇതിൽ എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്കറിയാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മൈനസ് ഓഫ് -1/4 ആണ് എ, ബി 1/4 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 - d എന്ന് വരും. സോ അതിൽ നിന്ന് ഡിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ കിട്ടി, ബി കിട്ടി, ഡി കിട്ടി. ഇനി സി കൂടെ കിട്ടിയാൽ മതി. സി കിട്ടാൻ ഇവിടെ 2ൽ എസിന് ഇഷ്ടമുള്ളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എസിന് 1 - 1 0 ഒക്കെ കൊടുത്തു. സോ ലെറ്റ് മീ പുട്ട് എസ് ഈക്വൽ ടു 2. ഓക്കെ, ആൻഡ് സിംപ്ലിഫൈങ്. So putting s equal to 2 and simplifying, we get this one. Okay, s ന് 2 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 4 ആവും. എസ് സ്ക്വയർ ആണല്ലോ ലെഫ്റ്റ് സൈഡ്, എസ് സ്ക്വയർ ആണല്ലോ, അപ്പോൾ 4 ആവും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനാണ് കിട്ടുക. ഓക്കെ, അതിൽ തന്നെ എ ബി ഡി ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂസ് നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് സിയുടെ വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത അവസാനം സിയുടെ വാല്യൂ 0 എന്ന് വരും. അപ്പോൾ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻസിലെ കോഎഫിഷ്യൻസിൻ്റെ ടേംസ്, കോൺസ്റ്റൻറ്റിൻ്റെ ടേംസ് എല്ലാം, വാല്യൂസ് എല്ലാം കിട്ടി. സോ നൗ വി ക്യാൻ റൈറ്റ് ദി partial fraction and take the inverse transform. So we got the expression for the partial fractions. S square by s power 4 minus 1 can be written as a sum of partial fractions. Now take the L inverse. L inverse of s square by s raised to 4 minus 1 will be L inverse of this linear combination. That will be the same linear combination of the inverse transform. ഇതെല്ലാം ഈ ട്രാൻസ്ഫോം ഒക്കെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എല്ലാം നമുക്കറിയാവുന്നതാണ്. 1/s + 1 e raised to -t, 1/s - 1 e power t, 1/s² + 1 sin t. ഒക്കെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ആദ്യത്തെ രണ്ട് ഫാക്ടറിൽ 1/4 കോമൺ ഫാക്ടറാണ്. ഐ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ e raised to t - e raised to -t ആണ് ബ്രാക്കറ്റിൽ വരുന്നത്. പ്ലസ് ഹാഫ് sin t, കൂടെ ഒരു ടേം കൂടെ ഉണ്ട്. e raised to t - e raised to -t പക്ഷേ 2 times sin ht ആണ്. ബിക്കോസ് ഹൈപ്പർബോളിക് സൈൻ്റെ ഡെഫിനേഷൻ e raised to t - e raised to -t/2. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറേറ്റർ ആണല്ലോ e raised to t - e raised to -t. സോ ദാറ്റ് വിൽ ബി 2 times sin ht. അതിന് ആ എക്സ്പ്രഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. 2 4 ക്യാൻസൽ ചെയ്യാം. സോ ഹാഫ് sin ht പ്ലസ് ഹാഫ് sin t, that is the required solution. So y of t will be equal to half sin ht plus half sin t എന്ന സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെൻറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പ്രോബ്ലംസ് എല്ലാം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നിരിക്കുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് സോൾവ് ചെയ്യാം. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം ത്രൂ ആയിട്ട് എടുക്കുക. എന്നിട്ട് എൽ ഓഫ് വൈയുടെ ടേംസ് കളക്ട് ചെയ്യുക, ഇനീഷ്യൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട്. അതിൽ നിന്ന് എൽ ഓഫ് വൈ സോൾവ് ചെയ്തെടുത്ത് വൈ കണ്ടുപിടിക്കാൻ ഫൈനലി എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ മിക്കവാറും ഒരു ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാതെ തന്നെ ചില പ്രോഡക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. കൺവല്യൂഷൻ ടെക്നിക്ക് പറയുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രോഡക്റ്റിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാതെ നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാൻ പറ്റും. അത് ആ സെഗ്മെൻറ്റിൽ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ, സോ താങ്ക് യു.